KSRTC ബദൽ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം മുടങ്ങി. ഇതുവരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്നതാണ്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. ഇനി വിസ്മയങ്ങൾ വേണോ? എന്റെ പൊന്നോ വേണ്ട. PM ശ്രീ പദ്ധതിയിൽ VD സതീശൻ സർക്കാരിന്റെ അത്ഭുതകരമായ മലക്കം മറിച്ചു. ഇനി വേണോ? ഇയാൾക്ക് എന്താണ് വയ്യേ? അംഗനവാടികളിൽ പാൽ മുട്ട വിതരണം പ്രതിസന്ധി. സൗജന്യ കൈത്തറി യൂണിഫോം വിതരണം താളം തെറ്റിയിരിക്കുകയാണ്. സ്കൂൾ തുറന്ന് 1.5 മാസമായിട്ടും യൂണിഫോം സർക്കാർ ഫണ്ട് മുടങ്ങിയതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കും. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട റേഷൻ മുടങ്ങി. എല്ലാ വർഷവും നൽകി വന്ന റേഷൻ കിട്ടാതായതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. ഇനി വേണോ? അയ്യോ എന്റെ മതിയേ. അല്ല സാറേ, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാം. അപ്പൊ ഈ അത്യാസന നിലയിൽ വരുന്ന ഒരു രോഗി, ഒരു ആക്സിഡന്റിൽ പെട്ട് അത്യാസന നിലയിലായ ആയിരിക്കുന്ന രോഗി ആശുപത്രിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അരമണിക്കൂർ പവർ കട്ടാണ്, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ചികിത്സ നിങ്ങൾ നൽകാം എന്ന് പറയൂ. എല്ലാവർക്കും നമസ്കാരം. മിസ്റ്ററീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പുതിയ മന്ത്രിസഭ, അതായത് 16ാമത്തെ കേരള മന്ത്രിസഭ 2026 മെയ് 18 അധികാരത്തിൽ വന്നു. തങ്ങളുടെ ഭരണം ആരംഭിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. തുടങ്ങിയിട്ട് അധികാലമൊന്നും ആയില്ല. അപ്പൊ അവര് ഭരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നു. അതിൽ പ്രധാനമായിട്ടൊന്നായിരുന്നു നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൗജന്യ യാത്ര. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ആദ്യം മൊത്തം എല്ലാ ബസ്സുകളും നൽകുന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് ഓർഡിനറിയിലേക്ക് മാത്രമായി ചുരുങ്ങി. അത് പ്രിയദർശിനി എന്ന പേരിൽ ഇപ്പോൾ സ്ത്രീകൾക്കെല്ലാം സന്തോഷമായി യാത്ര ചെയ്യാൻ ഒക്കുന്ന വിധം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്താണ് പക്ഷേ, അവിടെ നിന്ന് സന്തുഷ്ടരാണോ? സത്യത്തിൽ ഇല്ല. അങ്ങനെയാണെന്ന് ആരും ഇനി പറയാൻ വേണ്ടി പോകുന്നില്ല. കാരണം സൗജന്യ യാത്ര കിട്ടുന്നുണ്ട് എങ്കിൽ പോലും ബസ്സിനുള്ളിലെ തിക്കും തിരക്കും കാരണം ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ഫ്രീ ആയി കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് വേണ്ടെന്ന് വെക്കുന്നത്? എല്ലാവരും തിക്കും തിരക്കും കൂട്ടി ബസ്സിലേക്ക് കയറും. ബസ്സിലെ ഡ്രൈവർമാർക്ക് പേടിയാണ്, ഓവർലോഡായി. എന്തെങ്കിലും അപകടം വരുമ്പോൾ പഴയ ബസ്സുകളാണ്, ആ പേടി. ഒരാൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടുന്നില്ല. എന്തിന്? കാശ് കൊടുത്ത് ബസ്സിൽ കയറുന്ന പുരുഷന്മാരുടെ അവസ്ഥ അതിലും കഷ്ടം. അങ്ങനെ ദുരിത യാത്ര ആണ് ഈ സൗജന്യ യാത്ര കൊണ്ടുണ്ടായത്. ഇപ്പോഴും പല സ്ത്രീകളും പറയുന്നത് ഇതൊന്നും വേണ്ടായിരുന്നു. മുമ്പ് മനസ്സമാധാനം ഉണ്ടായിരുന്നു, ആ മനസ്സമാധാനം പോയി കിട്ടി. കടത്തിന് മുകളിൽ കടമായി KSRTC. അതിനിടയ്ക്ക് പുതുതായിട്ട് ഇപ്പൊ താൽക്കാലിക ജീവനക്കാർക്ക് മുമ്പൊക്കെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ പകുതിയുടെ പകുതിയായി മാറിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവർക്ക് നല്ല രീതി അത്രയും അധികം കെയറിംഗ് ആണ് കിട്ടിയിരുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് അല്ല, പക്ഷെ അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടിയിരുന്നു. താൽക്കാലിക ജീവനക്കാർക്ക് അവർക്ക് മാസത്തിന്റെ തുടക്കത്തിൽ പകുതി ശമ്പളവും പിന്നെ മാസം അവസാനിക്കുന്ന സമയം ബാക്കിയുള്ള പകുതി ശമ്പളം കൂടെ ആയിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നതിൽ പിന്നെ അവർക്ക് ആ പകുതി ശമ്പളത്തിന്റെയും പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. അവരുടെ ഒരു കഷ്ടപ്പാടേ. നമുക്ക് എന്തായാലും ഒരു താൽക്കാലിക KSRTC ജീവനക്കാരന്റെ ഒരു വേദന ഉണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള എന്താണ് നമുക്ക് കേൾക്കാം. KSRTCയിലെ താൽക്കാലിക തൊഴിലാളികൾക്ക് നിലവിൽ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് 2 ഭാഗമായിട്ടായിരുന്നു. 5-ാം തീയതിക്ക് മുമ്പ് പകുതി ശമ്പളവും ആ മാസത്തിന്റെ അവസാന ഭാഗത്ത് പകുതി ശമ്പളവുമാണ് തന്നുകൊണ്ടിരുന്നത്. ഈ സർക്കാർ വന്ന് ഞങ്ങൾക്കിപ്പോൾ ആദ്യ ഭാഗത്തെ പകുതി ശമ്പളത്തിന്റെ പകുതിയാണ് തരുന്നത്. ഞങ്ങളും കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. ഞങ്ങളുടെ മക്കൾക്കും വിദ്യാഭ്യാസപരമായും വീട്ടിലും മറ്റും വാടക ഒക്കെ കൊടുക്കേണ്ട അവസ്ഥയാണ്. വളരെ ഒരു ദുരിതമായ അവസ്ഥയാണ് ഇപ്പോൾ ഈ സർക്കാർ ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ കാണിച്ച അവസ്ഥകളൊന്നും നിങ്ങൾക്കുണ്ടാകില്ല എന്ന് ഇലക്ഷൻ സമയത്ത് പ്രഖ്യാപിച്ചവരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് അധികാരികൾ എത്രയും പെട്ടെന്ന് തുടർന്ന് താൽക്കാലിക ജീവനക്കാരെ ശമ്പളം തന്നിടണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞാനൊരു താൽക്കാലിക ജീവനക്കാരനാണ്. എനിക്ക് മൊത്തത്തിൽ കിട്ടാനുള്ള 20,000 രൂപയാണ്. ആ 20,000 രൂപയിൽ 10,000 രൂപയാണ് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കയറേണ്ടത്. ആ കയറേണ്ട 10,000 രൂപയിൽ 5,720 രൂപയാണ് എനിക്ക് കിട്ടിയത്. ആ 5,720 രൂപ കൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. കറണ്ട് ബില്ല് അടയ്ക്കണം, പിള്ളേരുടെ സ്കൂളിൽ ഫീസ് അടയ്ക്കണം, അത്യാവശ്യം ലോണ് കാര്യങ്ങൾ എല്ലാം അടയ്ക്കണ്ടേ? ആര് തരും? നമ്മളൊരു പ്രതീക്ഷയോടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് തവണയായിട്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടിയാൽ മതി. ഇത് കാണിക്കുന്ന ഭയങ്കര ദ്രോഹം, മനുഷ്യത്വപരമല്ലാത്ത ദ്രോഹം, കണ്ണീച്ചോരയില്ലാത്ത സർക്കാർ. KSRTC ജീവനക്കാരുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. അതിൽ എടുത്തു പറയേണ്ടത് എംപാനൽ ജീവനക്കാരുടെ കാര്യമാണ്. അവർക്ക് ഈ ശമ്പളമൊന്നും കൃത്യമായി തന്നെ കിട്ടുന്നില്ല. നേരത്തെ മുതൽ തന്നെ എംപാനൽ ജീവനക്കാർക്ക് ശമ്പളം 2 ഗഡുക്കളായിട്ടാണ് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജൂൺ മാസം കഴിഞ്ഞ് ഇതൊരു വ്യക്തിയുടെ മാത്രമല്ല, KSRTCയിലെ എല്ലാ ജീവനക്കാരും, പ്രത്യേകിച്ച് താൽക്കാലിക മേഖലയിലുള്ള എല്ലാ ജീവനക്കാർക്കും ഈ ഒരു പ്രശ്നം ബാധിച്ച് അവരുടെ ദൈനംദിന ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. കാരണം അവർക്ക് വാടക കൊടുക്കാനുണ്ടാവും, കുട്ടികളെ പഠിപ്പിക്കാനുണ്ടാവും, വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കണം, ട്രീറ്റ്മെന്റിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം, മരുന്നുകൾ മേടിക്കണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിന് ഈ ഒരു നിസ്സാര തുക, മുമ്പ് 20,000 രൂപ കിട്ടേണ്ടടുത്ത് അതിന്റെ ഒരു പകുതിയുടെ പകുതി, അതായത് 5,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. ന്യായമായ കാര്യം. സോ ഇതൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക്
മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ, മുൻപ് ഭരണത്തിലുണ്ടായിരുന്ന പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളോടുള്ള പെരുമാറ്റത്തിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയ ഒരു വ്യക്തിയാണ്. കാരണം പുള്ളി ഭയങ്കര ഡൗൺ ടു എർത്താണ്, അദ്ദേഹം ഭയങ്കര ഡൗൺ ടു എർത്താണ് വി ഡി സതീശൻ. അതേസമയം പിണറായി വിജയൻ കുറച്ച് കാർക്കശക്കാരനും. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം ചിരിക്കുന്ന ഒരു മന്ത്രി കിട്ടിയല്ലോ. സത്യമാണ്, എല്ലാവരോടും ഡൗൺ ടു എർത്തായിട്ട്, അധികം ആഡംബരമൊന്നുമില്ല, പുള്ളിക്ക് 1-2 വാഹനം മാത്രം മതി എസ്കോർട്ടായിട്ട്. പിന്നെ നടന്നു പോകാനും ബുദ്ധിമുട്ടില്ല, പോലീസുകാരുടെ ഒക്കെ കൂടെ ഒന്നിച്ചിരുന്നൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, അവരുമായിട്ടൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം ബിൽഡ് ചെയ്തെടുത്ത ഒരു ടീം ഒട്ടും എന്താ പറയുക, ഈ ഭരണത്തിന് പറ്റിയതല്ല എന്ന് തന്നെ വേണ്ടി പറയാം. ഇപ്പോൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് ഇത് മുൻപുള്ള ഭരണത്തെക്കാൾ എത്രയോ ശോകമാണെന്നുള്ള ഒരു തോന്നലിപ്പോൾ വന്നു. കാരണം എല്ലാ തരത്തിലും അവർക്ക് ദുരിതമാണ്. ഇക്കാര്യത്തെ പറ്റി നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. പവർ കട്ട് പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ പവർ കട്ട് വേണ്ടി വന്നു, അത് വൈദ്യുതി മന്ത്രിയെ സൂചിപ്പിച്ചിട്ട്. പക്ഷേ അതുകൊണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ പിന്നെ സർജറി നടത്താൻ അതിന് ശേഷം നടത്താം. പവർ കട്ട് അരമണിക്കൂറിലേ ഉള്ളൂ. അപ്പം അത് മതിയല്ലേ? കൊള്ളാം സാറേ, എന്തായാലും കൊള്ളാം. സാറ് പറഞ്ഞൊക്കെ അംഗീകരിക്കുന്നു. അരമണിക്കൂറേ പവർ കട്ടുള്ളൂ, സമ്മതിച്ചു. ഈ അരമണിക്കൂർ ഏതൊക്കെ സമയത്താണ് പോകുന്നത് എന്നൊന്ന് മുൻകൂട്ടി പറയാൻ വേണ്ടി പറ്റുമോ? അതില്ല, തോന്നുന്ന സമയത്തൊക്കെ പവർ കട്ട്, എപ്പോഴാണ് അവർക്ക് തോന്നുന്നത് ആ സമയത്ത് കട്ട്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടല്ലോ സാറേ, എനിക്ക് സാറിനോട് ഭയങ്കര ബഹുമാനമുണ്ട്. കാരണം അരമണിക്കൂർ ഉണ്ടല്ലോ പവർ കട്ട്, ആ സമയത്ത് സർജറി വേണ്ട. ശരിയാണ്, പേഷ്യൻസ് എല്ലാം ഒന്ന് കരുതിയിരിക്കുക. കാരണം നമ്മൾ ക്ഷമയുള്ളവരായിരിക്കണം, വളരെയധികം ക്ഷമയുള്ളവരായിരിക്കണം. കാരണം നിങ്ങളിപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഒരു അത്യാസന്ന നിലയിലായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കറണ്ട് ഇല്ല, പവർ കട്ട് ആണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം അത് കഴിഞ്ഞിട്ട് സർജറിയും മറ്റു ചികിത്സകളൊക്കെ നടത്തിയാൽ മതി. അല്ല സാറേ, അങ്ങനെയല്ലേ? അതായിരിക്കും നല്ലത് അല്ലേ? നിങ്ങളങ്ങനെ പെട്ടെന്നൊന്നും മരണത്തിന് കീഴടങ്ങില്ല. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, പവർ കട്ടാണ്, നിങ്ങളതൊന്ന് മനസ്സിലാക്കണം. രോഗികളായി അവിടെ എത്തുന്നവരെ, പ്രിയപ്പെട്ട പേഷ്യൻസ്, നിങ്ങൾ പേഷ്യൻസ് ഉള്ളവരായി മാറിയിരിക്കുക, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ജനറേറ്റർ വാങ്ങി വയ്ക്കുക. അത് രണ്ടും ചെയ്യാതെ ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അത് ശരി. ഇപ്പം അലക്ഷ്യം കാണിച്ചവർക്കെതിരെ, അലംഭാവം കാണിച്ചവർക്കെതിരെ നടപടി. അപ്പൊ ആരും അലംഭാവം കാണിച്ചത്? ഇത് സർക്കാർ ആശുപത്രിയല്ലേ? അപ്പം നമ്മളാണ്, രോഗികളാണ് അങ്ങോട്ട് വരുമ്പോൾ ഈ എന്താ സാറേ, ഈ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വരണോ? ജനറേറ്ററൊക്കെ ആയിട്ട് വേണോ ഹോസ്പിറ്റലിലേക്ക് വരാൻ? അതോ ഇനി അത് വാടകയ്ക്ക് എടുക്കണോ, അല്ല വാങ്ങിയിട്ട് വരണോ, അല്ല അവിടെയുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ നേഴ്സുമാരൊക്കെ ഇത് മേടിച്ചവിടെ വെക്കുവോ? എങ്ങനെയാണ് പരിപാടി? എനിക്ക് അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല, അതാണ്. സർക്കാർ ആശുപത്രിയാണല്ലോ, അപ്പം നമ്മുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ചെലവഴിക്കണമായിരിക്കും, അങ്ങനെയല്ലേ ഉദ്ദേശിച്ച സാറേ? അങ്ങനെയാണോ? ഇതിനൊക്കെ വേറെ എന്താ പറയാ, ഇദ്ദേഹത്തെയൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം ഒരു MLA പോലും ആകാനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ തോന്നിപ്പോകും, സത്യം. അല്ലെങ്കിൽ പറയാ, ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം കറണ്ട് പോയി, ആ സമയത്ത് ഒരു മൊബൈലിന്റെ വെളിച്ചത്തിലാണ് ആ രോഗിക്ക് ചികിത്സ നൽകിയത്. കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയാണ്. അപ്പൊ അതിനുള്ള മറുപടിയാണ്, സർജറി ഒക്കെ വേണമെങ്കിൽ പവർ കട്ടിന് ശേഷം ചെയ്തോട്ടെ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു സീരിയസ് ആയിട്ട് ഒരു കേസ് വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? നിങ്ങൾ പവർ കട്ട് ആണ്, അത് കറണ്ട് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അതുവരെ പിടിച്ചു വെക്കൂ എന്നൊക്കെ പറയുന്നത്. കുറച്ചെങ്കിലും ഒരു ബോധമുള്ളവരാണെങ്കിൽ പറയില്ലേ? എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പഠിച്ചതിന് ശേഷം അതിന് വേണ്ടിയുള്ള പരിഹാര മാർഗ നിർദ്ദേശങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും, വേണ്ട കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. ജനറേറ്റർ ഫെസിലിറ്റിയൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അതിനല്പം സമയം വേണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാരൊക്കെ അത് അംഗീകരിക്കും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത് ന്യായീകരിക്കുകയാണ്. പവർ കട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂറല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യുക. ഇവിടെ അലംഭാവം കാണിച്ചത് ആരാ? അലക്ഷ്യം കാണിച്ചത് ആരാ? എന്തായാലും ജനങ്ങൾക്ക് പറ്റിപ്പോയി. ഇനി അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അതിപ്പോ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഈ പറയുന്ന KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകാരാണ്. അപ്പൊ എല്ലാവരും പറയും, അവര് ഓവർ സ്പീഡല്ലേ, മത്സരോട്ടമല്ലേ, അവർ കുറച്ച് അനുഭവിക്കട്ടെ ഒക്കെ പറയും. സ്വാഭാവികമാണ്, നമുക്കെല്ലാം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കും ഒരു കുടുംബമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, ഗവൺമെന്റോ മനസ്സിലാക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യും, ഗവൺമെന്റ് അവർക്ക് നേരെ കണ്ണു തുറക്കുന്നില്ല, അവരെ അങ്ങ് ഇരുട്ടിലാക്കുന്ന പരിപാടിയൊക്കെ. അപ്പോൾ എനിക്ക് അതിലൊരു വിഷമമുണ്ട്. കാരണം നമ്മളും കൂടുതലായിട്ട് പ്രൈവറ്റ് ബസ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ സൗജന്യം ഉണ്ടായാലും ഇല്ലെങ്കിലും, സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും പ്രൈവറ്റ് ബസ്സിനെയാണ് കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എല്ലായിടത്തും ഈ പറയുന്ന പ്രിയദർശിനി അവൈലബിൾ ആയിട്ടില്ല. മാത്രമല്ല
ഇത്തരത്തിലൊരു കൺസെഷൻ അല്ലെങ്കിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങളോട് കൂടി ആയിരിക്കണം. അതൊന്നും ഈ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു വൻ വീഴ്ച തന്നെയാണെന്ന് പറയും, വൻ പരാജയമാണ്. കാരണം ഇതിങ്ങനെയല്ല കൊടുക്കേണ്ടത്. എല്ലാ സ്ത്രീകൾക്കും ഫ്രീ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ അവർ ടൂർ പോയില്ലേ? പല സ്ത്രീകളും അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഒത്തിറങ്ങി വരുന്നത് എവിടെയെങ്കിലൊക്കെ ടൂർ പോകാനാണ്, കാരണം ഫ്രീ യാത്രയാണ്. പക്ഷെ അതങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്. പ്രായമായ ആൾക്കാരുണ്ട്, വാർദ്ധക്യമുള്ളവരുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് വരുമാന മാർഗം ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ പരിഗണിച്ച് കൊണ്ടുവേണം ഇതേപോലെ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം സൗജന്യ യാത്ര വേണ്ട, ഒരു മിനിമം പൈസ. ഇപ്പൊ നമുക്കെല്ലാം ആധാർ കാർഡ്, പാൻ കാർഡ്, ID കാർഡ് എന്നൊക്കെ പറഞ്ഞ കാർഡുകളുണ്ടല്ലോ. പഞ്ചായത്ത് വഴി നമുക്ക് ഇവിടെ വന്ന് സെൻസസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്ഷയ വഴി നമുക്ക് ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ സമർപ്പിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന ഒരു സെൻസസ് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെളിപ്പെടുത്തി, ജോലി വരുമാനമൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് അക്ഷയ വഴി ഒരു ആപ്ലിക്കേഷൻ അയക്കുന്ന ഒരു സംവിധാനം, അതുവഴി ഒരു കാർഡ് ലഭിക്കുന്ന സംവിധാനം, ബസ്സിലെ സൗജന്യ യാത്രയ്ക്ക് അല്ലെങ്കിൽ മിനിമം ഇത്ര പൈസയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ള ഒരു കാർഡ് ലഭിക്കുകയാണെങ്കിൽ, ഒരു മഞ്ഞ കാർഡോ നമുക്ക് റേഷൻ കാർഡൊക്കെ കിട്ടുന്ന പോലെ, സോ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഓരോ കാർഡ് കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു. അതിനനുസരിച്ച് ബസ്സിൽ കയറുമ്പോൾ ഒരു മിനിമം പൈസ റിഡക്ഷൻ, അതിപ്പോൾ സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കല്ല, ആരാണ് അർഹർ അവർക്ക്, വരുമാനമില്ലാത്തവർ, വരുമാനം കുറഞ്ഞവര്, അതേപോലെ കുട്ടികൾ, പ്രായമുള്ളവർ, വികലാംഗർ എന്നുള്ള ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ വലിയ വീഴ്ച തന്നെയാണ് നമ്മളെ നിലവിലെ കേരള ഗവൺമെന്റ് വരുത്തിയിരിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും അവരത് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കും. എന്തായാലും ഈ പദ്ധതി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഒന്നാമത്തെ കടത്തിലാണ്. പലരും എനിക്ക് പ്രൈവറ്റ് ബസ്സുകൾ തന്നെ അവർ തങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മാറ്റേണ്ടി വരും. ഈ സൗജന്യ പരിപാടി നിർത്തലാക്കേണ്ടി വരും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.